ചിയാൻ വിക്രം ഒരിക്കലും മലയാളത്തിനെ മറക്കാത്ത ഒരു സൂപ്പർ സ്റ്റാറാണ്. തമിഴ് നാട്ടുകാരാണ് വിക്രമനെ വിക്രമനാക്കി മാറ്റിയത്. വിക്രമൻ്റെ ഇത്രയും വലിയൊരു കഴിവുള്ളൊരു നടനാണെന്ന് ഇവിടെ ചെറിയ ചെറിയ റോളുകളിൽ അഭിനയിക്കുമ്പോൾ നമ്മളാരും മനസ്സിലാക്കിയില്ല. കുഞ്ഞു റോളുകളിൽ അങ്ങനെയാണ് ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ പടങ്ങളിൽ മൂപ്പര് അഭിനയിച്ചിട്ടുണ്ട്. അതിലൊരു ഒരു പ്രൊഡ്യൂസറാണ് നമ്മുടെ ഈ രജപുത്രൻ എന്ന് പറഞ്ഞൊരു പടം എടുത്തിട്ടുള്ള ദിനേശ് പണിക്കർ. അദ്ദേഹം കുറേ പടങ്ങളെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാര്യം പറയണ്ട. അദ്ദേഹം ഒരു നല്ലൊരു സൗമ്യനായുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം നമ്മുടെ കിരീടം പോലും അദ്ദേഹമാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ രജപുത്രനിലെ സുരേഷ് ഗോപിയുടെ നല്ലൊരു വേഷമാണ് ചിയാൻ വിക്രമത്തിന്. അപ്പോൾ അവർ 10-40 ദിവസം ഒരുമിച്ച് സെറ്റിലുണ്ടായിരുന്നു. അവരങ്ങനെ വലിയ സുഹൃത്തുക്കളായി, ഫ്രണ്ട്സായി, അത്രയും ആത്മബന്ധം അതിലുണ്ടായി. അങ്ങനെ ഒരു പടത്തിൻ്റെ ഡബ്ബിങ് മദ്രാസിൽ നടക്കണം. അപ്പോൾ എൻ്റെ വിക്രം ഒന്നും ആയിട്ടില്ല. തമിഴിൽ വന്നിട്ട് അവിടെയും കര പറ്റാൻ പറ്റിയിട്ടില്ല. ഒരു പടത്തിൽ നായകനായി തമിഴിൽ അഭിനയിച്ചു, അത്രമാത്രം. ആ പടം ഡിസ്ട്രിബ്യൂഷൻ എടുക്കാനായിട്ട് ആളില്ലാണ്ട് കിടക്കുക. അപ്പോൾ ചിയാൻ വിക്രം ഈ ദിനേശ് പണിക്കർ അവിടെ സ്റ്റുഡിയോയിലുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ എത്തി. സ്റ്റുഡിയോയ്ക്ക് പുറത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിനോട് പറഞ്ഞൊരാൾ കാണാൻ വന്നിട്ട് ചെറുപ്പക്കാരെന്ന് പറഞ്ഞു. അവിടെ ഉള്ളവർക്ക് ആർക്കും അറിയില്ല വിക്രമനെ. അങ്ങനെ ഇദ്ദേഹം വന്നപ്പോൾ വിക്രമനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞൊരു കാര്യം പറഞ്ഞു, സാർ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാനൊരു പടത്തിലെ നായകനായി അഭിനയിച്ചു. ആ പടം ഡിസ്ട്രിബ്യൂഷനിൽ ഞാൻ എടുക്കാൻ ആളില്ല, കുറേ പൈസയുടെ ബുദ്ധിമുട്ടുകളുണ്ട്, കുറച്ച് പ്രൊഡക്ഷൻ ജോലികൾ കൂടി വർക്കുണ്ട്, സാറത് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, മോനെ ഞാനിപ്പോൾ 1-2 പടങ്ങൾ കമ്മിറ്റഡ് ആയിരിക്കുക, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, നീ ക്ഷമിക്കുക എന്ന് പറഞ്ഞ് വിക്രമനെ തിരിച്ചയച്ചു. വിക്രം ഒരുപാട് വിഷമത്തോടു കൂടിയാണ് അങ്ങോട്ട് പോയത്. അത് കഴിഞ്ഞ് എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സേതു എന്ന് പറഞ്ഞൊരു പടമാണ്. ആ പടം ഡിസ്ട്രിബ്യൂഷൻ എടുത്തു. ആ പടം ബമ്പർ ഹിറ്റായി. അതോട് കൂടിയിട്ട് ചിയാമിൻ്റെ മോച്ചായ മാറി, സൂപ്പർ സ്റ്റാറായി. അതിനുശേഷം പിന്നെ ഇദ്ദേഹത്തിനെ കാണാറില്ല. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ തന്നെ ഒരു മനോരമ ചാനലുകാർ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വന്നിട്ട് ചോദിച്ചു. അപ്പോൾ ചോദിച്ചു, എന്തപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ ഉള്ളിൽ ഇൻ്റർവ്യൂ എടുക്കണം? അതല്ല, നമ്മുടെ തമിഴിലെ മെഗാ സ്റ്റാർ, സൂപ്പർ സ്റ്റാർ, അപ്പോൾ അങ്ങനെ കത്തി നിൽക്കുന്ന സമയമാണ്. അദ്ദേഹത്തോട് അവിടുത്തെ തമിഴ് പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ ഇത്രയും സിനിമകളിൽ അഭിനയിച്ചു, ഇത്രയും പ്രൊഡ്യൂസർമാരോടെ വർക്ക് ചെയ്തു, ഇത്രയും ക്രൂ മെമ്പർമാരെ കൂടെ വർക്ക് ചെയ്തു, അല്ല ഏറ്റവും നല്ലൊരു പ്രൊഡ്യൂസർ ആരാന്ന് ചോദിച്ചു. അപ്പോൾ വിക്രം പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഡ്യൂസർ മലയാളത്തിലെ ദിനേശ് പണിക്കരാണ്. ഇനി ഇതിലും വലിയൊരു അവാർഡ് അദ്ദേഹത്തിന് എന്ത് കിട്ടാനുള്ള, അതൊരു മധുര പ്രതികാരമാണെന്ന്. അന്ന് സേതു ഡിസ്ട്രിബ്യൂഷൻ എടുക്കാത്തതും പൈസ സഹായിക്കാത്തതിനുള്ളൊരു മധുര പ്രതികാരമാണ്. അതാണ് വിക്രം. എത്ര ഉയരത്തിലെത്തിയാലും അദ്ദേഹം ആരും മറക്കില്ല. വിക്രമിന് കഴിഞ്ഞ ആഴ്ചയാണ് 60 വയസ്സ് തികഞ്ഞത്. 60 വയസ്സ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ വിവിധ തരത്തിലുള്ള ഫോട്ടോസുകൾ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ടു. ഇപ്പോഴും ഒരു ചെറുപ്പക്കാരൻ, ഒരു കോളേജ് കുമാരൻ, അടിപൊളിയാണ്. അതെന്താണ്? മനസ്സ് നല്ലതാണ്, തലക്കനല്ല, അഹങ്കാരമില്ല. നമ്മുടെ ഭൂമിയിൽ ചവിട്ടിയിട്ടാണ് വിക്രം നടക്കുന്നത്, ആകാശത്തു കൂടിയല്ല നടക്കുന്നത്. ആ വിക്രമാണ് യഥാർത്ഥ സൂപ്പർ സ്റ്റാർ. ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാണ്ടിരിക്കുക നല്ലത്.